ഇന്ന് വളരെ രസകരമായ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. തീർച്ചയായും തമാശയും ഫ്രണ്ട്ഷിപ്പും രസകരമായ ഒരുപാട് നിമിഷങ്ങളും അടങ്ങിയ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇന്ന് നമ്മൾ മൂവി മാനിയയിലൂടെ കാണാൻ പോകുന്നത് 2021 റിലീസായ പാസേജ് ഓഫ് മൈ യൂത്ത് എന്ന ഒരു കിടുക്കൻ ചിത്രമാണ്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് തന്നെ ഒരു അപകടം സംഭവിച്ച് ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പേര് മരിക്കുകയും ചെയ്ത ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ്. ആ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഈ പെൺകുട്ടിയാണ് നമ്മുടെ കഥാനായിക. അവളുടെ പേര് ഹേ എന്നാണ്. ഹേ അവളെ പരിചയപ്പെടുത്തുന്നു. അവൾക്ക് ഇപ്പോഴും അവളെ ഷോർട്ടി എന്ന് കളിയാക്കി വിളിക്കുന്ന ഒരു കളിക്കൂട്ടുകാരനുണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷെ ക്ലാസ്സിൽ ഒരു കുരുത്തം കെട്ടവനാണവൻ. അവൻ ചെയ്യുന്ന കുരുത്തക്കേടിന് പോരാതെ ഇവള് ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൂടി അവൻ ടീച്ചറുടെ കയ്യിൽ നിന്ന് അടി മേടിക്കാൻ തയ്യാറാണ്. എന്തിനും ഏതിനും കൂടെയുള്ള ഈ ഫ്രണ്ടിനേക്കാൾ ഏറെ ഹേയ്ക്ക് കുറച്ചുകൂടെ താല്പര്യം ജിയാങ് എന്നൊരു പയ്യനോടാണ്. കാരണം അവനോട് അവൾക്ക് ക്രഷാണ്. സ്കൂളിലെ തന്നെ ഏറ്റവും ഹാൻസം പയ്യനാണ് ജിയാങ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് നേരെ ഓപ്പോസിറ്റ്, നല്ല പഠിപ്പിയാണ്. അവനോട് ഒന്നും മിണ്ടാനെങ്കിലും ഞാൻ ഇത്രയെങ്കിലും പഠിപ്പിയാകണ്ടേന്ന് ഓർത്താണ് ഞാൻ പഠിക്കാൻ തന്നെ തുടങ്ങിയതെന്നെല്ലാം ഹേ പറയുന്നു. അങ്ങനെ ജിയാങ്ങിന് വേണ്ടി അവള് പഠിക്കാൻ തുടങ്ങുന്നത് വളരെ രസകരമായ ഒരു കാഴ്ചയാണ്. കാരണം പഠിക്കുന്നതിന്റെ ഇടയിൽ ഉറക്കം തൂങ്ങാതിരിക്കാനായി കാലിന്റെ അടിയിൽ മുള്ളു കൊണ്ടുവയ്ക്കുക, തലമുടി ഇതുപോലെ ഹെയർ ക്ലിപ്പുകളുമായി കണക്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഉറക്കം തൂങ്ങി മുന്നോട്ടായുമ്പോൾ മുടി വലിഞ്ഞ് വേദന എടുത്തുണരുമല്ലോ. അങ്ങനെ ഈ ഓരോ കാര്യങ്ങൾ ചെയ്ത് അവള് പഠിക്കുന്നത് കണ്ട് അച്ഛൻ മോൾ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്നതെന്ന് അവളുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു. സെക്കൻഡ് റാങ്ക് വാങ്ങാനായി പഠിക്കുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെടണോ എന്നെല്ലാം അച്ഛൻ ചോദിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ തോന്നുന്നത് സെക്കൻഡ് റാങ്ക് എങ്കിൽ സെക്കൻഡ് റാങ്ക്, ഫസ്റ്റ് റാങ്ക് എപ്പോഴും ചെയ്യാങ്ങനെ ആയിരിക്കും. സെക്കൻഡ് റാങ്ക് മേടിച്ചാൽ തനിക്ക് അവന്റെ കൂടെ പ്രൈസ് നൽകുന്ന വേദിയിലെങ്കിലും നിൽക്കാമല്ലോ എന്നാണ്. അങ്ങനെ എന്തായാലും ഹൈസ്കൂൾ ഫൈനൽ ഇയറിലും 1ഉം 2ഉം റാങ്ക്സ് ജിയാങ്ങും ഹേയുമാണ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആ വർഷം സ്കോളർഷിപ്പോടുകൂടി UK പോയി പഠിക്കാനുള്ള ഓഫറും ഇവർക്കാണ് ലഭിക്കുന്നത്. ഹേ വളരെ സന്തോഷത്തിൽ ജിയാങ്ങിനെ നോക്കുമ്പോൾ അവനാണെങ്കിൽ അവന്റെ ലോകത്തെ ഇങ്ങനെ ഒരു പെൺകുട്ടി ഇല്ലാത്ത രീതിയിലാണ്. ഇവളെ തീരെ മൈൻഡ് അവനാക്കാറില്ല. ഇവൾക്കാണെങ്കിൽ UK പോകുന്നതിനേക്കാൾ സന്തോഷം ഇവൻ കൂടെ ഉണ്ടല്ലോ എന്നതാണ്. ഇതേ ടൈം ഇവളിങ്ങനെ UK പോകുന്നത് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ, അവന്റെ പേര് ഗു എന്നാണ്. ഗുവിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവന് കൂടെ പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന ഒരു സങ്കടം തന്നെ. ഒപ്പം തന്നെ ഇവന് ഫ്രണ്ട്ഷിപ്പിനപ്പുറം ഒരു സ്പെഷ്യൽ ഇഷ്ടം ഹേയോടുണ്ട്. എന്തായാലും ഇവള് വീട്ടിലുള്ളപ്പോൾ ഗു അവളെ വെളിയിലേക്ക് വിളിക്കുന്നു. അവൾ ഓടി വന്ന് അവൻ അച്ഛൻ വാങ്ങിക്കൊടുത്ത പുതിയ ബൈക്കിന്റെ മണ്ടേ കയറി ഇരിക്കുമ്പോ നിനക്ക് കാല് പോലും എത്തില്ല, നീ ഇറങ്ങുന്നു പറഞ്ഞ് അവളുടെ ഹെൽമെറ്റ് കൊടുത്ത് ഇവൻ അവളെ പുറകിലിരുത്തി റൈഡിന് പോവാണ്. അവള് വളരെയധികം റൈഡ് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഇവൻ എന്തോ ദേഷ്യം പിടിച്ച പോലെ നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ച് പോകുമ്പോ ഇവള് വണ്ടി ഒന്ന് നിർത്തുമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ നിർത്തുന്നില്ല. സ്പീഡിൽ ഓടിച്ചോണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് അവളോട് സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണ്. ശരിയാ, നീ വലിയ പഠിപ്പിയാ, ഞാൻ സമ്മതിച്ചു എന്നും പറഞ്ഞ് നീ അവന്റെ പുറകിന് അങ്ങ് UK വരെ പോകേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് നിന്റെ അത്രയും പഠിക്കാൻ പറ്റാത്തത് എന്റെ കുഴപ്പമാണോ എന്നെല്ലാം ഗു ചോദിക്കുന്നു. ഞാൻ യാത്ര പുറപ്പെടാൻ ഇനി അധികം നേരെയില്ല, ഈ ലാസ്റ്റ് മിനിറ്റ് നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അവള് സങ്കടപ്പെടുമ്പോ അവൻ പിന്നെ അതിനെപ്പറ്റി മിണ്ടുന്നില്ല. അവൾക്ക് കൊടുക്കാനായി കൊണ്ടുവന്ന ഒരു വിസിൽ നൽകുന്നു. ഇത് നിനക്കുള്ള ഗിഫ്റ്റാ, നീ എപ്പോ ഇത് വെച്ച് വിളിച്ചാലും ഞാൻ ഓടിയെത്തുമെന്ന് അവൻ പറയുമ്പോ ഓ നീ സിനിമയൊക്കെ കണ്ട് ഒരുപാട് അങ്ങ് ഇമാജിൻ ചെയ്ത് പോവാതെ എന്ന് അവള് കളിയാക്കുന്നു. ഞാൻ പോകുന്നത് UK അവിടെ വെച്ച് ഞാൻ വിസിലടിച്ച നീ എങ്ങനെ ഇവിടെ നിന്ന് വരുമെന്ന് അവള് ചോദിക്കുമ്പോ നീ ചെയ്തു നോക്കിയൊന്നും ഇല്ലല്ലോ, ആദ്യം ചെയ്തു നോക്ക്, അപ്പൊ അറിയാവുന്ന പറഞ്ഞ അവൻ ഒരു ഡയറിയും കൂടി അവൾക്ക് നൽകുന്നു. ആ ഡയറിയില് ഇവന്റെ വീട്ടിലെ ഫോൺ നമ്പർ, അച്ഛന്റെ ഫോൺ നമ്പർ, വീടിന്റെ അഡ്രസ്സ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്യണമെന്ന് അവൻ പ്രത്യേകം പറയുന്നു. അങ്ങനെ ഇവൾ UK യാത്ര ഇരിക്കുന്നു. ഇവൾ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റിൽ ഇവളുടെ തൊട്ടടുത്താണ് ജിയാങ് ഇരിക്കുന്നത്. അങ്ങനെ വളരെ ഹാപ്പിയായി ലണ്ടനിൽ ലാൻഡ് ചെയ്യുന്ന അവൾക്ക് ആദ്യം പല കാര്യങ്ങളും പുതുമയായിരുന്നു. എന്തായാലും അവൾക്ക് റൂമിൽ 2 റൂംമേറ്റ്സ് ആണുള്ളത്. രണ്ടുപേരും നല്ല സപ്പോർട്ടീവായ കൂട്ടുകാരികളാണ്. ജിയാങ്ങിന്റെ കൂടെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അവൻ നല്ല പഠിത്തമാണെങ്കിലും ഇവൾ ബുക്കൊക്കെ തുറന്നു വെച്ച് അവനെ സ്വപ്നം കണ്ടാണ് ഇരിക്കാറ്. അവൻ അത് ഇടയ്ക്ക് ശ്രദ്ധിക്കുമ്പോൾ ഇവളെ ചിരിച്ചു കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഇവർ ഫ്രഷേഴ്സിന് വേണ്ടി ഒരു പാർട്ടി വരുന്നു. പാർട്ടിക്ക് വരില്ലേ എന്ന് ഹേ തിരക്കുമ്പോൾ ജിയാങ് ഞാനില്ല, ഞാൻ ഇത്തരം പാർട്ടീസിൽ പങ്കെടുക്കാറില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോൾ ഇവൾ അവനെ വരാനായി നിർബന്ധിക്കുന്നു. അങ്ങനെ ഇവളുടെ നിർബന്ധത്തിന് അവൻ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് റെഡിയായി ചെല്ലുമ്പോൾ ഇവള് വന്നിട്ടില്ല. കാരണം ഇവൾ റൂമിലിരുന്നു റെഡി ആകുന്നതേ ഉള്ളൂ. കൂട്ടുകാരികൾ ഇവളെ കോസ്റ്റ്യൂമും ഹെയർ സ്റ്റൈലും ഷൂ ഒക്കെ സെലക്ട് ചെയ്ത്
പതിയെ പതിയെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവള് ഒരുവിധം റെഡിയായി പാർട്ടിയുടെ അവിടെ എത്തുമ്പോൾ അവിടെ ജിയാങ്ങിനെ കാണുന്നില്ല. പക്ഷെ അവൻ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ അവിടെ അവൻ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ആശ്ചര്യത്തോടെ ചോദിക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ കഴിഞ്ഞ 10 വർഷമായിട്ട് പഠിക്കല്ലേ, എനിക്കിത് അറിയാതിരിക്കൂ എന്നാണ് അവള് തിരിച്ചു ചോദിക്കുന്നത്. എന്തായാലും അവൾക്ക് പാർട്ടിയിൽ ഇനി തിരിച്ച് പങ്കെടുക്കാൻ പോകാൻ സാധിക്കാത്തതിൽ നല്ല സങ്കടമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ജിയാങ് അവളെ ആ ബ്രിഡ്ജിന്റെ സെന്ററിലേക്ക് കൊണ്ടുപോയി അവളുടെ കൈ പിടിച്ച് അവിടെ ഡാൻസ് കളിക്കുന്നു. ഇവളുടെ മനസ്സ് അങ്ങ് തുള്ളിച്ചാടാണ് സന്തോഷം കൊണ്ട്. എന്തായാലും അടുത്ത ദിവസം രാവിലെ അവൾ ഉണരുന്നത് ഗോവിന്റെ ഫോൺ കോൾ കേട്ടാണ്. കോൾ അറ്റൻഡ് ചെയ്ത് അവൾ ഡയറിയ പിടിച്ചു. ഒരു സുഖവുമില്ല, പക്ഷെ എന്തേലും വായിക്ക് രുചിയായിട്ട് കഴിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ അവൻ ഞാൻ ലണ്ടനിലുണ്ട്, നിനക്ക് എന്ത് വേണമെന്ന് പറ, വാങ്ങിച്ചു തരാന്ന് പറയുമ്പോൾ അവള് വിശ്വസിക്കുന്നില്ല. ഉടനെ അവൻ നീ ഡോറ് തുറന്ന് നോക്കെന്ന് പറയാണ്. അവള് വേഗം ചെന്ന് ഡോറ് തുറക്കുമ്പോൾ അവനെ കാണുന്നില്ല. നീ വെറുതെ എന്നെ പറ്റിക്കണ്ട എന്നവള് പറയുമ്പോൾ നിനക്ക് ശരിക്കും എന്നെ കാണാൻ തോന്നുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ല, ഞാൻ വളരെ ബിസിയാ, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, നീ വന്നാലും നിന്നെ കാണാനൊന്നും എനിക്ക് ടൈം കിട്ടില്ല എന്ന് അവള് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഗുവിന്റെ മുഖം വാടുന്നു. സത്യത്തിൽ അവൻ ലണ്ടനിൽ എത്തിയിരുന്നു. അവൾക്ക് വേണ്ടി ഫുഡും ഓർഡർ ചെയ്തിരുന്നു. പക്ഷെ അവളിങ്ങനെ ബിസിയാ കാണണ്ടായിരുന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ അത് വല്ലാതെ ഫീലായി. ഇവളെ കാണാൻ വേണ്ടി മാത്രം ലണ്ടനിലേക്ക് എത്തിയ അവൻ നിറ കണ്ണുകളോടെ വലിയ സങ്കടത്തോടെ അവൾക്ക് കൊടുക്കാനായി ആഗ്രഹത്തിൽ ഓർഡർ ചെയ്ത ഫുഡ് എല്ലാം കഴിക്കുന്നു തനിയെ. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഹോട്ടലിൽ പാർട്ട് ടൈമായി ജോലി ചെയ്യുന്ന ഹേയ്ക്കും അവളുടെ റൂംമേറ്റ്സിനും ഒരു ട്രീറ്റ് നൽകുന്നതാണ്. ആ ട്രീറ്റിന്റെ ഇടയിൽ ഒരു റൂംമേറ്റ് നിങ്ങൾ തമ്മിൽ ലവ് ആണോ എന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ജിയാങ് ചിരിക്കുന്നുണ്ടെങ്കിലും ഹേ വളരെ ചമ്മലോടെ അങ്ങനൊന്നുമില്ല, ഞങ്ങള് ക്ലാസ്മേറ്റ്സ് ആണെന്ന് പറഞ്ഞൊപ്പിക്കുന്നു. പിന്നീട് വെക്കേഷൻ വരുമ്പോൾ ഹേ നാട്ടിലേക്ക് വരികയാണ്. പക്ഷെ അവൾ നാട്ടിലെത്തുന്ന കാര്യം ഗോവിനോട് പറഞ്ഞിട്ടില്ല. അവനെ ഇവിടെ വെച്ച് സർപ്രൈസ് ആയിട്ട് കാണുമ്പോൾ അവൻ മുന്നേ തോന്നിയ ആ ഒരു പിണക്കോ ദേഷ്യമൊന്നും അവളോട് കാണിക്കാതെ വളരെ സന്തോഷത്തിൽ സംസാരിക്കുന്നു. അവളെ രാത്രി ഡിന്നറിന് കൊണ്ടുപോകുന്നു. അടുത്ത ദിവസം അവളെ പല സ്ഥലങ്ങളിൽ കറങ്ങാനായി കൊണ്ടുപോകുന്നു. വലിയ പൂക്കളുള്ള മനോഹരമായ ഒരു പാടത്ത് ഇവൻ അവളെ കൊണ്ടുപോകുന്ന സമയം ഈ നട്ടുച്ചയ്ക്ക് ആരെങ്കിലും ഇതുപോലത്തെ സ്ഥലത്ത് കൊണ്ടുവരുമോ എന്ന് അവള് ചോദിക്കുന്നു. ഇത് ഞാൻ നിന്നെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ഒന്നാണ്, നിന്നെ എവിടെയൊക്കെ കൊണ്ടുപോകണമെന്ന് ഞാൻ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞ് അവനൊരു കുട്ടി ഡയറി കാണിക്കുമ്പോൾ അതിൽ നിറയെ സ്ഥലങ്ങൾ അവൻ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് അവൾ കാണുന്നു. അതിൽ ലണ്ടനിലെ സ്ഥലങ്ങൾ പോലുമുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ പോയാൽ അവിടെ നിന്ന് കഴിക്കേണ്ട സ്പെഷ്യൽ ഫുഡ് വരെ മെൻഷൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇത് കാണുന്ന അവൾ എന്തുകൊണ്ടോ വളരെ അപ്സെറ്റായി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ആ സമയത്ത് അവൻ നീ പേടിക്കണ്ട, നിന്നെ ഞാൻ പ്രപ്പോസ് ഒന്നും ചെയ്യില്ല എന്ന് പിറകെ വിളിച്ച് പറയുന്നുണ്ട്. പിന്നീട് ഇവരൊന്നിച്ച് ഫയർ വർക്ക്സ് കാണുന്ന സമയത്തും ഇവൻ തന്നെ പ്രപ്പോസ് ചെയ്യില്ല ദൈവമേ, ഈ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് തന്നെ പോകണമെന്ന് അവൾ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവന് തന്നോട് ഇഷ്ടമാണെന്ന കാര്യം അവൾക്കറിയാം. പക്ഷെ ഒരു പ്രപ്പോസൽ രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ ഫ്രണ്ട്ഷിപ്പ് പഴയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഇടയിൽ കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് അവൾക്കറിയാം. ഇവനാണെങ്കിൽ ആ ഒരു കാര്യം കൊണ്ട് മാത്രം ഉള്ളിലുള്ള ഇഷ്ടവും തുറന്നു പറയുന്നില്ല. അങ്ങനെ പിന്നീട് ഹേ തിരിച്ച് ലണ്ടനിലേക്ക് പോകുന്നു. ആ ടൈമിലാണ് ഇവർക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒരു കോൺടെസ്റ്റ് വരുന്നത്. കോൺടെസ്റ്റിൽ ഒരു ഗ്രൂപ്പ് ആകുന്നത് ജിയാങ്ങും ഹേയുമാണ്. അങ്ങനെ അതിന്റെ ഭാഗമായി ഇവർക്ക് മറ്റൊരു സ്ഥലത്ത് താമസിച്ച് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഒരു 3 ദിവസത്തെ പ്രിപ്പറേഷൻ ഉണ്ട്. അങ്ങനെ ജിയാങ് പറയുന്ന സ്ഥലത്തേക്ക് അവന്റെ കൂടെ സ്റ്റേ ചെയ്യാനായി പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഒരേ സമയം സന്തോഷവും നാണവും പേടിയും ഒക്കെ ഹേയ്ക്ക് വരുന്നു. അങ്ങനെ അവിടെ സ്റ്റേ ചെയ്ത് കോൺടെസ്റ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്തുന്ന ടൈമിൽ ഇവൾ ഒരു ഡിസ്റ്റൻസ് ഇട്ട് മാറി മാറിയാണ് ഇരിക്കുന്നത്. ഇവൻ എന്താ കാര്യം തിരക്കുമ്പോൾ അല്ല ഞാൻ ഇങ്ങനെ ഒരാളുടെ കൂടെ ഇങ്ങനെ താമസിച്ചിട്ടില്ല, അതിന്റെ കാര്യ പേടിയാന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ നമുക്കിടയിൽ ആണെന്നോ പെണ്ണെന്നോ ഇല്ല, കോൺടെസ്റ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നീ ചുമ്മാ ആവശ്യമില്ലാതെ കാട് കയറി ചിന്തിക്കണ്ട എന്ന് അവൻ പറഞ്ഞു വളരെ കെയറോട് കൂടിയാണ് ഇവളോട് പെരുമാറുന്നത്. ഈവൻ ടോയ്ലറ്റിന്റെ ഡോറിൽ ഗ്ലാസ് പാർട്ടീഷൻസ് ഉണ്ട്. അവൾക്ക് അത് കുളിക്കുന്നൊക്കെ കാര്യങ്ങൾക്ക് മടി പോലെ ഫീൽ ചെയ്യുമ്പോൾ ഇവനാണ് അത് ടേപ്പൊക്കെ വെച്ച് സെക്യൂർ ചെയ്ത് ഇവളെ സേഫായി ഫീൽ ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ഒന്നിച്ച് കോൺടെസ്റ്റിന്റെ ഓഡിയോ ഒക്കെ കേട്ട് ഉറങ്ങി പോവുകയാണ് ഇവര്. അടുത്ത ദിവസം ഉറക്കമുണ്ടായിരുന്ന ഹേ അവിടെ ജിയാങ്ങിനെ കാണുന്നില്ല. അവൻ അവിടെ പോയി ആലോചിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി കയറി വരികയും ജിയാങ്ങിന് വേണ്ടി ഫുഡൊക്കെ വെക്കുകയും ചെയ്യുന്നു. ആരപ്പ ഇവളെന്ന് ഇത് കാണുന്ന ഹേയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നു. എന്തായാലും പിന്നീട് ഇവരുടെ കോൺടെസ്റ്റ് നടക്കാണ്. പ്രതീക്ഷിച്ച പോലെ തന്നെ കോൺടെസ്റ്റിൽ ഹേയും ജിയാങ്ങുമാണ് ജയിക്കുന്നത്. അങ്ങനെ വിന്നർ പ്രസംഗിക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, ആ പ്രസംഗത്തിന് വേണ്ടി വേദിയിലെത്തുന്ന ജിയാങ് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പണ്ട് മുതലേ എന്നെ ജീനിയസ് എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. സത്യത്തിൽ ആ വിളി ഒരു കോംപ്ലിമെന്റിനോ പ്രശംസയ്ക്കോ പുറമെ എനിക്കൊരു ബാധ്യത പോലെയാണ് തോന്നിയത്. ആരും എന്നോട് ഈസിയായി അടുക്കാറുണ്ടായിരുന്നില്ല. ഞാനൊരു ഒറ്റപ്പെട്ട ഫീലിലായിരുന്നു. ആ സമയത്ത് എന്റെ ലോകത്തേക്ക് ഞാൻ പോലും അറിയാതെ കടന്നു വന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഞാൻ അവളോട് അങ്ങനെ കാര്യമായി സംസാരിച്ചിട്ടേയില്ല. പക്ഷെ എന്റെ ഒരു നോട്ടത്തിൽ നിന്ന് പോലും എന്റെ ഉള്ളറിയാൻ അവൾക്ക് സാധിക്കും. അവളാണ് എന്റെ ലോകമായി പിന്നീട് മാറിയത്. അവളാണ് എന്റെ എല്ലാം എന്നെല്ലാം അവൻ പറയുന്നത് വേദിയിലിരിക്കുന്ന ഹേയെ നോക്കിയാണ്. ഒടുക്കം എല്ലാത്തിനും താങ്ക്സ് എന്ന് അവൻ പറഞ്ഞു നിർത്തുമ്പോൾ ഇത് കേൾക്കുന്ന അവൾ വളരെ ഇമോഷണൽ ആകുന്നു. സത്യത്തിൽ ഞാൻ താങ്ക്സ് നിന്നോടാണ് പറയേണ്ടത്. നീ കാരണമാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്, ഞാൻ ഇവിടം വരെ എത്തിയത്. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും കാരണം നീയാണെന്ന് അവൾ മനസ്സിൽ പറയുന്നു. ആ ഒരു മൊമെന്റ് വളരെ ഹാപ്പിയായ നിമിഷമായിരുന്നെങ്കിലും പിന്നീട്
പിന്നീട് അങ്ങോട്ട് ഹേയുടെ നെഞ്ചെടുപ്പിന്റെ നാളുകളായിരുന്നു. കാരണം ആ സോയ എന്ന പെൺകുട്ടിയില്ലേ മറ്റേ റൂമിലേക്ക് വന്നു കയറിയ ഇവൾ ആരാണെന്ന് ഹേ ചിന്തിച്ച പെൺകുട്ടി അവളും ജിയാങ്ങും തമ്മിൽ വളരെ ഫ്രീഡം എടുത്ത് പെരുമാറുന്നതാണ്. ഈവൻ ഇവർ താമസിക്കുന്ന റൂമിന്റെ കീ ഹേയുടെ കയ്യിൽ പോലും ഇല്ല, പക്ഷെ അതിന്റെ കീ സോയയുടെ കയ്യിലുണ്ട്. അവൾ ജിയാങ്ങിന് വരുന്ന ലെറ്റേഴ്സ് പോലും പെർമിഷൻ ഇല്ലാതെ പൊട്ടിച്ചു വായിക്കുന്നു. അത്രത്തോളം ജിയാങ്ങിന്റെ ലൈഫിൽ ഇവൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഹേ ആകെപ്പാടെ ദേഷ്യത്തിലും സങ്കടത്തിലാണ്. അങ്ങനെ ഇരിക്കെ എന്റെ ഒരു പ്രോഗ്രാമിന് വരണമെന്ന് ജിയാങ് ക്ഷണിച്ചത് പ്രകാരം പ്രോഗ്രാം കാണാനായി ചെല്ലുന്ന ഹേ അവിടെ കാണുന്ന കാഴ്ച സോയെ സ്റ്റേജിലേക്ക് കൈ പിടിച്ച് കയറ്റി അവളുടെ കൂടെ ഒരു പെർഫോമൻസ് ചെയ്യുന്ന ജിയാങ്ങിനെയാണ്. അവൾ ആകെ തകരുന്നു. അവൾ ദേഷ്യത്തിലും സങ്കടത്തിലും വണ്ടി ഓടിച്ച് ഒടുക്കം വണ്ടിയിൽ നിന്ന് മറിഞ്ഞടിച്ച് വീഴുന്നു പോലുമുണ്ട്. അവൾ പിന്നീട് ജിയാങ്ങിനെ കാണാൻ നിൽക്കാതെ താമസിച്ചിരുന്ന റൂം വെക്കേറ്റ് ചെയ്ത് പോകാനായി ഒരുങ്ങുമ്പോൾ അവിടേക്ക് അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെത്തുന്നു. അത് ഗൂ ആണ്. ഗൂവും UK തന്നെ ഉണ്ടായിരുന്നു. അവൻ അവളെ അവന്റെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവൾ വളരെ സങ്കടത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ടും അതിനെപ്പറ്റി കൂടുതലൊന്നും ചോദിക്കുന്നില്ല. അങ്ങനെ അവളും അവിടെ സ്റ്റേ ചെയ്യാണ്. ആകെപ്പാടെ സങ്കടപ്പെട്ടിരിക്കുന്ന അവളെ പല രീതിയിൽ സന്തോഷിപ്പിക്കാൻ അവൻ നോക്കുന്നുണ്ട്. അവൾ വളരെ കെയർലെസ് ആയി റോഡിലൂടെ നടക്കുമ്പോൾ ഇവൻ വഴികാട്ടിയായി കൂടെ നടക്കുന്നു. അവൾക്ക് ഒരു ആപത്തും വരാതെ അവളുടെ കണ്ണ് നിറയാതെ ഇവന്റെ മാക്സിമം ശ്രമിക്കുന്നു. ഹേയുടെ കോളേജിലെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ പ്രോജക്റ്റും അങ്ങനത്തെ കാര്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ്മേറ്റ്സിനെ കാണേണ്ട ആവശ്യമേ വരുന്നില്ല. അതുകൊണ്ട് അവൾ ജിയാങ്ങിനെയും കാണുന്നില്ല. പക്ഷേ ഒരിക്കൽ അവളുടെ റൂംമേറ്റ് ആയിരുന്ന ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ആ പെൺകുട്ടി ജിയാങ്ങിനെ പറ്റി പറയാനായി വരുന്നുണ്ടെങ്കിലും ഹേ അങ്ങ് സബ്ജക്ട് മാറ്റിവിടുന്നു. അതിനുശേഷം അവൾ ഗൂവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്തൂടെ ഒരു വാൽ നക്ഷത്രം പോകുന്നു. വാൽ നക്ഷത്രത്തെ കാണുന്ന സമയത്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്തും നടക്കുമെന്നൊരു വിശ്വാസം ഉണ്ടല്ലോ. അവൻ ആ സമയത്ത് ആഗ്രഹിക്കുന്നത് ഹേ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്നതാണ്. അവൻ തന്നെ പറ്റി വളരെ കെയറോടുകൂടി ഇങ്ങനൊക്കെ ചിന്തിക്കുന്നത് കേൾക്കുന്ന ഹേക്ക് പെട്ടെന്നത് ടച്ച് ആകുന്നു. അവൾ സങ്കടപ്പെട്ട ആ ഒരു മുഖമൊക്കെ മാറ്റി പതിയെ പതിയെ സന്തോഷവതിയാകുന്നു. അടുത്ത ദിവസം ഒരു വിസിലടി ശബ്ദം കേട്ട് ഗു വേഗം തന്നെ ഓടി ചെല്ലുമ്പോൾ വർഷങ്ങൾക്ക് മുന്നേ അവൻ കൊടുത്ത ആ വിസിൽ അവൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അവനത് വലിയ സന്തോഷം നൽകുന്നുണ്ടെങ്കിലും കൂട്ടത്തിൽ തന്നെ വർഷങ്ങൾക്ക് മുന്നേ ജിയാങ്ങിന്റെയും ഹേയുടെയും ഒന്നിച്ച് ഫോട്ടോ എടുത്ത് ഇവർക്ക് സ്കോളർഷിപ്പ് കിട്ടിയ സമയത്ത് പോസ്റ്ററായിട്ട് അച്ചടിച്ചത് ഇന്നും അവൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് കാണുന്ന അവൻ അപ്സെറ്റ് ആകുന്നുണ്ട്. പക്ഷെ അത് അവളുടെ മുന്നിൽ കാണിക്കുന്നില്ല. അവനത് തിരിച്ചു സൂക്ഷിച്ചു വെക്കാനായി കൊടുക്കുമ്പോൾ അവൾ അത് വാങ്ങിച്ച് വലിച്ചു കീറി കളയാണ്. അങ്ങനെ ഇരിക്കെ ഗുവിന്റെ UK ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വീട്ടിലൊരു പാർട്ടി നടത്തുന്നു. ആ പാർട്ടിക്കിടയിൽ പെട്ടെന്ന് ഗു സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്തു ചാടിയിട്ട് കുറെ നേരമായിട്ട് തിരിച്ചു വരുന്നില്ല. എന്താ ഇവന് പറ്റിയെന്ന് എല്ലാവരും അന്തം വിട്ടിരിക്കുകയാണ്. എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ എന്ന് പേടിച്ച് ഹേ പൂളിലേക്ക് എടുത്തു ചാടി അവന്റെ അടുത്തേക്ക് ചെന്ന് നീ എന്തേ കാണിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്താണ് അവൻ പറയുന്നത് വർഷങ്ങൾക്ക് മുന്നേ കുട്ടിക്കാലത്ത് ഇവള് ഗിഫ്റ്റ് ചെയ്ത ഒരു ചെറിയ ഗോളി ഉണ്ടായിരുന്നു. അത് ഇവന്റെ കയ്യിൽ നിന്ന് പൂളിലേക്ക് വീണു. അതാണ് ഇവൻ തപ്പുന്നതെന്ന്. വേണ്ട വേണ്ടാന്ന് എത്ര പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ല. ഞാൻ നിനക്ക് വേറൊരെണ്ണം മേടിച്ചു തരാം, നീ ഇത് വിടുന്ന് അവൾ പറയുമ്പോൾ പെട്ടെന്ന് അവൻ അവളെ കെട്ടിപ്പിടിച്ച് കരയാണ്. അവൾ വല്ലാതെ അപ്സെറ്റ് ആകുന്നു. അവൾ പിന്നീട് വാഷ്റൂമിൽ മുടിയൊക്കെ ഡ്രൈ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഗുവിന്റെ ക്ലാസ്മേറ്റ് ആയ വേ എന്ന ഒരു പെൺകുട്ടി എത്തുന്നു. അവൾ ഗുവിന് ഹേയെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഹേയ്ക്ക് തിരിച്ചാ ഇഷ്ടം ഗുവിനോട് ഇല്ല എന്ന് തനിക്ക് മനസ്സിലായതുകൊണ്ട് താൻ വളരെ ഹാപ്പിയാണ്. കാരണം തനിക്ക് സ്കോപ്പ് ഉണ്ടല്ലോ എന്നെല്ലാം അവളുടെ ഉള്ളിൽ ഗുവിനോടുള്ള ഇഷ്ടം പറഞ്ഞു പോവാണ്. ഇത് കേൾക്കുന്ന ഹേയ്ക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ. അവൾ പിന്നീട് വലിയ കാര്യമായിട്ടൊന്നും ഗുവിനോട് സംസാരിക്കാതെ അവോയ്ഡ് ചെയ്ത് വിടാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഹേ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വേ എന്ന പെൺകുട്ടി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഗുവും ഹേയും ഒന്നിച്ചാണ് താമസിക്കുന്നതെന്ന കാര്യം വേയ്ക്ക് മനസ്സിലാവുന്നത്. അവൾ വല്ലാതെ അപ്സെറ്റ് ആയി നിൽക്കുന്നു. ആ സമയത്ത് ഹേയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഗുവും വീട്ടിലേക്ക് എത്തുന്നു. ഇതെല്ലാം കൂടി കണ്ട് വട്ടുപിടിക്കുന്നവൾ അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോൾ ഹേ അവളെ തടഞ്ഞു വെച്ച് നീ കരുതുന്നത് പോലെ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ റെന്റിന് താമസിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ഗു അവളെ നീ എന്തേ പറഞ്ഞതെന്ന് ചോദിച്ച് തടഞ്ഞു വെക്കുന്ന സമയത്ത് വേ അവിടെ നിന്ന് പോകുന്നു. ഇതേ സിറ്റുവേഷൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ പെൺകുട്ടി സങ്കടപ്പെട്ടതുപോലെ തന്നെ സങ്കടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവളുടെ സങ്കടത്തിന് കാരണമാകാൻ താല്പര്യമില്ല എന്ന് ഹേ പറയുമ്പോൾ ഗു ആകെ ടെൻഷൻ ആവുകയാണ്. ഞാനേ മനുഷ്യനാ, പാറക്കല്ലൊന്നുമല്ല. എന്റെ മനസ്സെന്താ നീ മനസ്സിലാക്കാത്തത്? കഴിഞ്ഞ വർഷങ്ങളായി ഞാൻ നിന്നെ പ്രണയിക്കുക, അത് നീ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അവൻ സങ്കടപ്പെട്ട് അവൾക്കായി വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തറയിലേക്ക് എറിയുന്നു. കൂടാതെ മിൽക്ക് പാക്കറ്റ് എടുത്ത് അതങ്ങ് കുടിക്കുകയാണ്. ഇത് കാണുന്ന അവൾ നീ കുട്ടിക്കാലത്ത് പാലേ കുടിക്കാറില്ലായിരുന്നല്ലോ, നിനക്ക് കുടിക്കാൻ തരുന്ന പാലെല്ലാം ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് നീ എനിക്കല്ലേ കുടിക്കാൻ തന്നിട്ടുള്ളത്, പിന്നെ ഇപ്പം എന്തിനാ ഇങ്ങനെ പാല് കുടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ എനിക്ക് പാലൊക്കെ കുടിക്കാൻ ഇഷ്ടാ, പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി അത് കുടിക്കാതിരുന്നതാണെന്ന് അവൻ പറയുന്നു. കൂടാതെ അന്ന് കളഞ്ഞുപോയ അവൾ നൽകിയ ഗോലിയും അവൻ കഷ്ടപ്പെട്ട് തേടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇവൻ കുട്ടിക്കാലം മുതലേ തന്നെ എത്ര കെയറോടുകൂടിയാണ് നോക്കുന്നതെന്ന കാര്യം ഹേ വല്ലാതെ ടച്ച് ചെയ്യുന്നു.
അവളും അവനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അങ്ങനെ ഇരിക്കെ കോളേജിലേക്ക് എത്തുന്ന ഹേയെ അവിടെ ജിയാങ്ങിനെ കാണുകയാണ്. അവൻ അവൾക്കൊരു ഗിഫ്റ്റും വാങ്ങിക്കൊണ്ട് വന്ന് അവളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവൾ അവോയ്ഡ് ചെയ്ത് പോകാനായി നോക്കുന്നുണ്ട്. പക്ഷെ അവൻ തിരിച്ചു വിളിച്ച് ആ ഗിഫ്റ്റ് അവൾക്ക് കൊടുത്തിട്ട്, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക, എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ, അവൾ എന്റെ ഒരു ഫ്രണ്ട് മാത്രമാണെന്നൊക്കെ പറയുന്ന സമയത്താണ് ഗുവിന്റെ ഫോൺ കോൾ ഹേയ്ക്ക് വരുന്നത്. അവൾ ഉടനെ തന്നെ ജിയാങ്ങിനോട് എനിക്ക് ഈ ഗിഫ്റ്റ് വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അതായത് അവൾ ജിയാങ്ങിനെ വേണ്ട എന്നും ഗുവിനെ മതിയെന്നും തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ പിന്നീട് അങ്ങോട്ട് സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു. വളരെയധികം ഹാപ്പിയായി ഗുവും ഹേയും അവരുടെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ഹോട്ടലിൽ വെയിറ്റ് ചെയ്ത് ഗു ഹേയെ ഫോൺ വിളിക്കുന്നു. അവൾ ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യാനായി ഒരുങ്ങുമ്പോൾ അവൻ വേണ്ട, സംസാരിച്ചുകൊണ്ട് നടന്നു പോയെന്ന് പറയാണ്. അവൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവനുള്ള ഹോട്ടലിന്റെ അടുത്തായി എത്തുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ ഇവളെയും തള്ളിയിട്ട് ധൃതിയിൽ ആ ഹോട്ടലിലേക്ക് ഓടി കയറുന്നതും അടുത്ത നിമിഷം അവിടെ സ്ഫോടനം സംഭവിക്കുകയാണ്. അയാൾ ഒരു ചാവേറായിരുന്നു. ഗു ഇരുന്ന അതേ ഹോട്ടലിലാണ് ഇപ്പോൾ ഈ സ്ഫോടനം നടന്നത്. അവൾ ഗുവിന് എന്തു പറ്റിയെന്നറിയാതെ ആകെ ടെൻഷൻ ആവുന്നു. അകത്തേക്ക് ഓടാൻ ശ്രമിക്കുമ്പോൾ പോലീസുകാർ വിടുന്നില്ല. അവൾ കയ്യിലെ വിസിലെടുത്ത് അവനെ വിളിക്കുന്നുണ്ട്. ഈ വിസിലടിച്ചാൽ എവിടെയാണെങ്കിലും വരുമെന്ന് അവൻ പറഞ്ഞിട്ടും എത്ര അടിച്ചിട്ടും അവൻ വന്നതേയില്ല. കാരണം അവൻ ആ ഒരു അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് എപ്പോഴും നീ ഹാപ്പി ആയിരിക്കുന്നതാണ് എന്റെ സന്തോഷം, അത് മാത്രം എനിക്ക് കണ്ടാൽ മതിയെന്ന ഗുവിന്റെ വാക്കുകൾ ഓർത്ത് അവനെ മാത്രം ഓർത്ത് ബാക്കിയുള്ള നാളുകൾ ഹേ ജീവിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഈ സ്റ്റോറി വളരെയധികം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.